ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്ത്യൻ റെയിൽവേയിൽ അൺറിസർവ്ഡ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. നോർമൽ IRCTC ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം അല്ലാതെ അൺറിസർവ്ഡ് ടിക്കറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കൗണ്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ മിക്കവാറും സ്റ്റേഷനുകളെല്ലാം നല്ല ക്യൂ ഉണ്ടാവും. അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എങ്ങനെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സബർബൈൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സബർബൈൻ ട്രെയിനിൽ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് UTS അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൊടുത്താൽ UTS സെന്റർ ഫോർ റെയിൽവേ അൺറിസർവ്ഡ് ടിക്കറ്റ് UTS ആപ്പ് അൺറിസർവ്ഡ് ടിക്കറ്റ് കൊടുത്താൽ ഇങ്ങനെ ആപ്പ് വരും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ OTP ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേര്, പാസ്വേഡ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ജനറേറ്റ് എന്ന OTP കൊടുത്തു. OTP കൊടുത്തതിന് ശേഷം ലെറ്റ് മീ വെയിറ്റ് ഫോർ ദ OTP ഓൾറെഡി ഫെച്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ഇത് ഈ ഒരു പറയപ്പെടുന്ന ഒരു പേജിലേക്ക് നമുക്ക് ലോഗിൻ ആയി. ബേസിക്കലി നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അകലെയായിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് 8 മീറ്റർ എന്നൊക്കെയാണ് പറയണത്. ബട്ട് എങ്കിൽ പോലും ഒരു അറ്റ്ലീസ്റ്റ് 100 മീറ്റർ അപ്പുറം നിന്നിട്ട് ബുക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ GPS ലൊക്കേഷന് പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് ആ പറയപ്പെടുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് 2 രീതിയിൽ ബുക്ക് ചെയ്യാം: പേപ്പർലെസ് ഓർ ബുക്ക് പ്രിന്റ് ആൻഡ് പേപ്പർ. നിങ്ങൾ പേപ്പർലെസ്സിലാണ് ബുക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ ആപ്പിലായിരിക്കും അവൈലബിൾ ആവുക. ഈ ആപ്പിൽ അവൈലബിൾ ആവുന്ന ടിക്കറ്റ് ഏത് മൊബൈൽ ഫോണിലാണോ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഫോണിൽ നിങ്ങൾ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടിക്കറ്റ് വാലിഡ് ടിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ വേറൊരാളുടെ മൊബൈലിൽ ബുക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്കറ്റ് ചെക്കർ വരുമ്പോൾ കാണിച്ചാൽ അത് ഇൻവാലിഡ് ടിക്കറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യപ്പെടും. നേരെ മറിച്ച് ബുക്ക് ആൻഡ് പ്രിന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു PDF ഫയൽ കിട്ടും. അത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. PDF മൊബൈലിൽ കാണിച്ചാൽ പോരാ, പ്രിന്റ് എടുത്ത് ടിക്കറ്റിൽ കയറേണ്ടതായിട്ട് വരും. ഏറ്റവും എളുപ്പം പേപ്പർലെസ് ആണ്, നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യുക. നിങ്ങളുടെ ഒരു വാലിഡ് മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ഓർക്കുക, ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 മീറ്റർ, സോ യൂഷ്വലി ഒരു 100 മീറ്റർ അപ്പുറം നിന്നിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ആവില്ല. കാരണം റെയിൽവേ സ്റ്റേഷന് ട്രാക്കിലെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2 ലൊക്കേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ചെന്നൈ സെൻട്രൽ ടു നുങ്കമ്പാക്കം. ഓക്കെ, ഫൈൻ. ഇതിനകത്ത് നിങ്ങൾക്ക് 2 രീതി അറിയാൻ പറ്റും. ഒന്ന്, നെക്സ്റ്റ് ട്രെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ടിക്കറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ സെലക്ടഡ് പെയർ ഓഫ് സ്റ്റേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ചെന്നൈ സെൻട്രൽ, ദാറ്റ് ഷുഡ് ബി ചെന്നൈ പാർക്ക്. സോ വേറൊരു സ്റ്റേഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ താമ്പരം ടു. അപ്പൊ നെക്സ്റ്റ് ട്രെയിൻ നോക്കിയാൽ നമുക്ക് ഇപ്പൊ ഈ അടുത്ത ഏതൊക്കെ ട്രെയിനുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ട്രെയിനിൽ ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗെറ്റ് ഫെയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ ടിക്കറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ ടിക്കറ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ പ്രിന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പേപ്പർ ടിക്കറ്റിന് പോലെ മറ്റേത് വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരാൾക്കാണ് ടിക്കറ്റ്, അല്ല നിങ്ങൾക്ക് 2 പേർക്കാണ് ടിക്കറ്റ്. ഓർഡിനറി ആണ്, ഏത് ട്രെയിൻ ടൈപ്പ് ആണ്? ഓർഡിനറി വേണോ, മെയിൽ വേണോ, സൂപ്പർ ഫാസ്റ്റ് ആണ്? ഇതിനകത്ത് ഏത് ട്രെയിനിലാണ് നിങ്ങൾ എടുക്കുന്നത്? മെയിലാണോ, സൂപ്പർ ഫാസ്റ്റ് ആണ്? നിങ്ങൾ ഏതാണ് കയറാൻ പോകുന്നത് നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കുക. സെക്കൻഡ് ക്ലാസ് വേണം, ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ, കയറാൻ പോകുന്ന ട്രെയിനിലെ ക്ലാസ് അനുസരിച്ച് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഓർഡിനറിക്ക് പകരം നിങ്ങളിപ്പം ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എടുക്കുന്നതെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഓർഡിനറി ട്രെയിനിലാണെങ്കിൽ ഓർഡിനറി ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ക്ലാസ് ടിക്കറ്റും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ഉണ്ട്. അതിലേത് ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചൂസ് ചെയ്യുക. 20 രൂപ ബുക്ക് ദ ടിക്കറ്റ് കൊടുക്കുക. ബുക്ക് ദ ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് പേയ്മെന്റ്, റീചാർജ് വളരെ ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. ഗെറ്റ് ഫെയർ, ഓക്കെ, ബുക്ക് ദ ടിക്കറ്റ്. അതർ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യുക. അതർ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബുക്ക് ദ ടിക്കറ്റ് സെലക്ട് ചെയ്യുക.
അതിനകത്ത് ഏത് പേയ്മെന്റ് മോഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ പേയ്മെന്റ് മോഡ് ചൂസ് ചെയ്ത് ഒരു പേയ്മെന്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകും. ആ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളിടത്തെല്ലാം പേയ്മെന്റ് നടത്തും. ഒന്ന് UPI ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ UPI ID എൻ്റർ ചെയ്ത് പേയ്മെന്റ് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നിങ്ങൾ കൺഫേം ആക്കി പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫേം ആയിട്ടുള്ള ടിക്കറ്റ് ഡു യു വാണ്ട്, ബിക്കോസ് ഞാൻ പേ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുക്കിംഗ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഡീറ്റെയിൽ ഇവിടെ നിന്ന് നിമിക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ജേർണി ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ക്വിക്ക് ബുക്കിങ്ങിലൂടെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ബുക്കിംഗ് ചെയ്യാം, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്ക് ചെയ്യാം, സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് നിങ്ങൾ ഒരേ റൂട്ടിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫെയർ കുറച്ച് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സീസൺ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel. Thanks for watching. Bye.